ലഇൻ ശകർത്തും ലഅസീദന്നക്കും. 3 കാര്യങ്ങൾ ജീവിതത്തിൽ വർധനവുകൾ തരുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ച് അറബിയിലെ ഒരു ഹെക്കമുണ്ട്. അതിപ്രകാരമാണ്: നിന്റെ ജീവിതത്തിൽ ദാനധർമ്മങ്ങൾ നീ അധികരിപ്പിച്ചാൽ നിനക്ക് ഉപജീവനം വർദ്ധിക്കും. സ്വതക്ക വർദ്ധിപ്പിച്ചാൽ ഉപജീവനം വർദ്ധിക്കും. രണ്ടാമത്തെ കാര്യം, നമസ്കാരത്തിൽ ഭയഭക്തി നീ വർദ്ധിപ്പിച്ചാൽ സൗഭാഗ്യം നിന്റെ ജീവിതത്തിൽ വർദ്ധിക്കും. മൂന്നാമത്തെ കാര്യം, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നത് നീ വർദ്ധിപ്പിച്ചാൽ നിന്റെ ജീവിതം ധന്യമാകും, ധന്യത വർദ്ധിക്കും. മാഷാ അല്ലാഹ്. ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളൊരു ചെറിയ ഒരു ടിപ്പ് ആയി എടുക്കേണ്ടുന്ന ഒരു ചിന്തയാണെന്ന് പകർന്നു കിട്ടിയത്. 3 കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ആവർത്തിക്കാം. ഒന്നാമത്തെ കാര്യം സ്വതക്ക വർദ്ധിപ്പിച്ചാൽ. സ്വതക്ക നമ്മൾ എത്ര കണ്ട് സ്വതക്ക ചെയ്യുന്നുവോ, എത്ര കണ്ട് ഇത്തരത്തിൽ സാധുക്കളായ അശരണരായ മിസ്കീനുകളായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഇടപഴകാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മൾ സഹായിക്കുന്നുവോ, നമ്മുടെ ജീവിതത്തിൽ ഉപജീവനം അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. മാത്രമല്ല ഇതിൽ ഒരു പങ്കുവെക്കാനുള്ള ഒരു സംഗതി എന്നുള്ളത്, ഇപ്പോൾ നമ്മുടെയൊക്കെ കലാലയങ്ങളിൽ വളരെ സുന്ദരമായൊരു കാഴ്ചയുണ്ട്. അതായത് സ്വതക്ക എന്നുള്ളത് ഒരു മനസ്സാണ്. അതായത് കൊണ്ടുവന്ന ഉപ്പേരിയുടെ പാത്രം തുറന്ന് അതിൽ പപ്പടത്തിൻ്റെ പൊടിച്ചു വെച്ച പപ്പടത്തിൻ്റെ പൊടിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെറിയൊരു കുഞ്ഞു പാത്രം അത് അധ്യാപകനെ കൊണ്ട് തുറന്നു വെപ്പിച്ച് അതുമായിട്ട് എല്ലാ സഹപാഠികളുടെ മുമ്പിൽ പോയിട്ടും നീട്ടി വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഒന്നെടുക്കാൻ, ഒരു പപ്പടപ്പൊടി ഇപ്പോൾ എത്ര നിസ്സാരമായിരിക്കും, അതിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഒരു പപ്പടപ്പൊടി കൊടുക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സ്, അതൊരു ദാനധർമ്മത്തിൻ്റെ മനസ്സാണ്. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നലെ ഞാൻ എൻ്റെ തൊട്ടടുത്ത സ്കൂളിലേക്ക് അവിടുത്തെ ഒരു അധ്യാപകനെ കാണേണ്ടതായിട്ട് പോയി. ഞാൻ ഒരു 1:30 മണിക്കാണ് ഉച്ചയ്ക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നോക്കുമ്പോൾ ബിരിയാണിയാണ്. മാഷാ അല്ലാഹ്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് അങ്ങനത്തെ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ നമ്മൾ എല്ലാ സ്കൂളുകളിലും ലഭിക്കാറുണ്ട്. ഞെട്ടിക്കൽ ബിരിയാണികളും പൊട്ടിക്കൽ ബിരിയാണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി ഇങ്ങനെ കുട്ടികൾ നല്ല റാഹത്തോടു കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 3 കുട്ടികൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് വരാന്തയിൽ, സ്കൂൾ ക്ലാസ് വരാന്തയിൽ. അപ്പോൾ 3 ആളെയും പ്ലേറ്റിൽ ഒരു ചെറിയ കഷ്ണം ചിക്കൻ്റെ കഷ്ണമുണ്ട്. അപ്പോൾ ഞാൻ കരുതിയത് ചിക്കൻ ബിരിയാണി എന്നാണ്. അങ്ങനെ ഞാൻ സ്റ്റാഫ് റൂമിലെത്തി. എനിക്ക് വേണ്ടപ്പെട്ട അധ്യാപകനെ ഞാൻ കാണുമ്പോഴും അദ്ദേഹവും സ്റ്റാഫ് റൂമിൽ ഭക്ഷണം കഴിക്കണം. അപ്പോൾ എല്ലാവരും എന്നെ ക്ഷണിച്ചു, ഭക്ഷണം കഴിക്കാം, വരും മാഷേ, ഇന്ന് ഞങ്ങളുടെ ബിരിയാണിയാണ്. അപ്പോൾ പക്ഷെ അവർ ഒന്നുകൂടി ആഡ് ചെയ്തു, ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, വെജിറ്റബിൾ ബിരിയാണിയും. പക്ഷെ ആ കുട്ടികളുടെ 3 ആളുകളുടെ പാത്രത്തിലും ചിക്കനുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ആ കുട്ടികളുടെ അടുത്തുകൂടെ തന്നെ വന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോൾ നിങ്ങൾക്ക് മാത്രം ചിക്കൻ? അപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞു, ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നാണ് ചിക്കൻ. അപ്പോൾ മറ്റേ 2 കുട്ടികൾക്കും അവളത് പകർന്നു കൊടുത്തിട്ടുണ്ട്. അതെ, മാഷാ അല്ലാഹ്. അതിൽ നമ്മൾ കിട്ടേണ്ടുന്നൊരു സംഗതിയാണ് ഇന്നത്തെ ചിന്തയുടെ 1ാമത്തെ ഭാഗം. സ്വതക്ക നമുക്ക് എന്ത് കൊണ്ടുവരുന്ന പറഞ്ഞത്? നമ്മുടെ ഉപജീവനം വർദ്ധിപ്പിച്ചു തരും. അത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വാഗ്ദാനം കൂടിയാണ്. അതെ, ലഇൻ ശകർത്തും ലഅസീദന്നക്കും എന്ന് പറഞ്ഞതുപോലെ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ചെയ്തതിൻ്റെ 10 കൊടുത്തതെങ്കിൽ അതിൻ്റെ ഇരട്ടിക്കായിട്ട് പടച്ചോൻ തിരിച്ചു തരും എന്നത് ഖുർആനിൽ അള്ളാഹു നൽകുന്ന വാക്കാണ്. മനുഷ്യർ തമ്മിൽ നൽകുന്ന വാക്ക് പോലെ അല്ലത്. പടച്ചോന്റെ വാക്ക് അത് ലംഘിക്കപ്പെടുകയില്ല. രണ്ടാമത്, നമ്മൾ എത്ര കണ്ട് ഖുശൂഅോടുകൂടി നമസ്കരിക്കാൻ പരിശ്രമിക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സആദത്ത് വർദ്ധിക്കുമെന്നാണ്, സൗഭാഗ്യം വർദ്ധിക്കും. മാത്രമല്ല, മഹാരഥന്മാരായിട്ടുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഏത് നിസ്കാരം നിർവഹിക്കുമ്പോഴും അത് തൻ്റെ ജീവിതത്തിലെ അവസാനത്തേതാണ് എന്ന് കരുതി നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മചൈതന്യം. ചോദിക്കുന്നുണ്ടല്ലോ, എനിക്കൊരു ഉപദേശം തന്നാലും. എനിക്കത് വളരെ ഷോർട്ടായൊരു ഉപദേശം. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നുണ്ട്, ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത്ത മുവദ്ദഇൻ. നീ ഒരു നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ വിട പറയുന്നവൻ്റെ നമസ്കാരം നിസ്കരിച്ചു പറഞ്ഞാൽ അത്രയും ഖുശൂഅോടുകൂടി. തത്തമ്മ പൂച്ച എന്ന് പറയണത് പോലെയല്ല,
പറയുന്ന തത്തമ്മക്ക് അറിയണില്ല പൂച്ച എന്താണെന്ന് അറിയണം, അതിങ്ങനെ പഠിച്ചത് പാടാന്നേ ഉള്ളൂ. അങ്ങനെയല്ല, നേരെ മറിച്ച് താൻ ഓതുന്ന ആ വചനങ്ങൾ, താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, അതൊക്കെ അർത്ഥസഹിതം ആശയത്തോടുകൂടി അത് ഖുശൂഅോടുകൂടി മനസ്സറിഞ്ഞ് അത് നിർവഹിക്കുകയാണെങ്കിൽ അതിലും മനോഹരമായ മറ്റൊന്നില്ല എന്നാണ്. അതെ, ഒന്നാമത്തെ കാര്യം സ്വതക്ക, അത് നിന്റെ ജീവിതത്തിലേക്ക് ബർക്കത്തിന് വലിച്ചു കൊണ്ടുവരും, വർദ്ധിപ്പിക്കും. രണ്ടാമത്തെ കാര്യം നിസ്കാരത്തിലെ ഖുശൂ, സആദത്ത് വർദ്ധിപ്പിക്കും. രണ്ട് വർധനവുകളാണ്. മൂന്നാമത്തെ വർധനവിനെ പറ്റി പറഞ്ഞത്, നീ നിന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ തൗഫീഖ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതെ, മാഷാ അല്ലാഹ്. അതൊരു വലിയൊരു ടിപ്പാണ്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒന്നുകൂടിയാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലായൊരു പോസ്റ്റ് കണ്ടു. അതിലൊരു മാതാവ് പരിഭവം പറയാണ്, ഞാൻ എൻ്റെ മക്കളോട് ചില കാര്യത്തിൽ, അവരുടെ ഒരു കാര്യത്തിൽ ഇടപെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങളെ കാര്യം നോക്കിയാൽ മതി, ഈ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട. അപ്പോൾ എന്താണ്, വളരെ വിഷമത്തോടു കൂടി ആ അനുഭവം പങ്കുവെക്കുന്ന ഒരു മാതാവിൻ്റെ പോസ്റ്റ് ഈ അടുത്ത് വളരെ വൈറലായ ഒരു പോസ്റ്റാണ്. ഞാനത് കണ്ടു. അപ്പോൾ അത് ഒരു പക്ഷെ അവരവരുടെ ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചതായിരിക്കും അത്. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ പലപ്പോഴും നമ്മൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണത്, മാതാപിതാക്കൾ അവർ എന്താണ് അത്രയും പ്രായാധിക്യം ചെല്ലുമ്പോൾ കുട്ടികളുടെ സ്വഭാവമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ അവഗണന പെട്ടെന്ന് അവരെ തളർത്തിക്കളയും. അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ബിർറുൽ വാലിദൈൻ എന്നുള്ളത് പടച്ചോൻ പരിശുദ്ധ ഖുർആനിലൂടെ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ നന്മയോടൊപ്പം ചേർത്തി പറഞ്ഞതാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യണം. അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്നാണ്. അപ്പോൾ ഇത്രമേൽ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു മഹിതമായ ആദർശം, അപ്പം നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണണം. അവർ നമ്മുടെ ആവശ്യമുള്ള സമയമാകുന്ന ഒരു ഘട്ടം അവരുടെ ജീവിതത്തിൽ വരും. ആ സമയത്ത് നമ്മുടെ വിലപ്പെട്ട സമയങ്ങളിൽ പലതും അവർക്കായി നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. നമ്മുടെ പലതും മുടക്കേണ്ടി വരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതാണ് മാതാപിതാക്കളുടെ നന്മ എന്നുള്ളത്. അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക, അവരുമായി സമയം ചെലവഴിക്കുക, അവരോട് സംസാരിക്കുക, അവരെ ഇടപഴകുക, അവർക്കാവശ്യമായ പരിചരണങ്ങൾ നൽകുക. ഇത് കൊടുത്താൽ, ഇത് ഉണ്ടാക്കിയാൽ അയാൾക്ക് കിട്ടുന്ന അയാളുടെ ജീവിതത്തിലെ വർധനവ് തൗഫീഖ് എന്നാണ്. അയാളുടെ തൗഫീഖ് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അപ്പോൾ 3 വർധനവുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഒന്നാമത്തെ വർധനവ്, നമുക്ക് ഉപജീവനം വർദ്ധിക്കും, സ്വതക്ക നമ്മൾ നൽകിയാൽ. രണ്ടാമത്, നമുക്ക് സൗഭാഗ്യം വർദ്ധിക്കും, നിസ്കാരത്തിൽ ഖുശൂഅ് ഉണ്ടായാൽ. മൂന്നാമത്തത്, തൗഫീഖ് വർദ്ധിക്കും, മാതാപിതാക്കളോട് നന്മ ചെയ്താൽ. അല്ലാഹു അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. ആമീൻ.